ഹലോ ഗൈസ്, മച്ചാന്മാരെ എല്ലാവർക്കും അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള മുതൽ കവാസക്കി കാലിബറാണ്. അതായത് കവാസക്കിയും ബജാജോട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇറക്കിയ ഒരു മുതലാണിത്. അപ്പം ഇവനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെന്തായാലും കണ്ടിരിക്കുക. വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യമേ തന്നെ നമുക്ക് ഇവൻ്റെ എൻജിൻ സ്പെക്സ് നോക്കാം. എൻജിൻ നോക്കുകയാണെങ്കിൽ 15 cc എയർ കൂൾഡായിട്ടുള്ളൊരു എൻജിനാണ്. ഈ എൻജിന് ഓയിൽ ഫിൽറ്ററും വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് പൈപ്പ്സ് ഒക്കെ കാണാം. സംഭവം എല്ലാം കാണാൻ നല്ല കിടക്കാച്ചി ലുക്കുണ്ടല്ലേ. ഈ ഒരു പൈപ്പൊക്കെ പോയിക്കുന്നതാണ്. ഗൈസ്, ഈ ഒരു എൻജിനുമായിട്ട് മേച്ച് ചെയ്തിരിക്കുന്നത് ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 4 ഗിയറും ഫ്രണ്ട് പൊസിഷനിലേക്കാണ്. ന്യൂട്രലിടാൻ തിരിച്ച് ബാക്കിലോട്ടും. അതായത് 4 ഗിയറും ഫ്രണ്ടിലോട്ടാണ് ഇടേണ്ടത്. അതും നമുക്ക് അവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ കാർബറേറ്ററും കാര്യങ്ങളും വരാം. ഓഫ് കോഴ്സ് ഇതൊരു കാർബറേറ്റഡ് മോഡലാണ്. പിന്നെ നമ്മുടെ ഫ്യൂൽ ലൈനിൽ ഒരു ഫ്യൂൽ ഫിൽറ്റർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഫോർ പ്രൊട്ടക്ഷൻ. നമ്മുടെ കാർബറേറ്ററിൽ കരടും കാര്യങ്ങളും, അതായത് ടാങ്കിൽ തുരുമ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഇറങ്ങിയ കാർബറേറ്ററിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഈ വണ്ടിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അതായത് മിസ്സിങ് അങ്ങനെയുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല, വന്നിട്ടില്ല ഇതുവരെ. അതേപോലെ തന്നെ ഈ എഞ്ചിൻ്റെ ഓയിൽ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് ഒരു 1 ലിറ്റർ ആണ് എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഗ്ലാസും കാര്യങ്ങളും കാണാം. അപ്പം ഇതിനകത്തൂടെ ഓയിൽ ലെവൽ അറിയാനായിട്ടൊക്കെ സാധിക്കും. ഓഫ് കോഴ്സ് ഇതൊരു കിക്ക് സ്റ്റാർട്ട് ബൈക്കാണ്. നമുക്ക് സെൽഫും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അന്നത്തെ കാലത്തെ മെയിനാണ് കിക്ക് സ്റ്റാർട്ട്. അതേപോലെ തന്നെ അതാണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാർബറേറ്റർ. അതിൻ്റെ ചോക്കും ഈ സൈഡിലായിട്ട് തന്നെയാണ്, ഇതാണ്ട് ഇവിടെ ആയിട്ട് കാണുന്നതാണ് ചോക്ക്. സോ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എഞ്ചിനെ പറ്റി മെക്കാനിക്കലി പറയുകയാണെങ്കിൽ. ഇനി ഇവൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് ഒരു 70 എന്തായാലും 100% ഷുവറാണ്. അതിനെ വണ്ടയ്ക്ക് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ. അത്യാവശ്യം നല്ല ടോർക്കിയും നല്ല പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. കൈയൊക്കെ കൊടുത്താൽ വണ്ടി പുഷ്പം പോലാണ് കയറി പോകുന്നത്. സോ പവറിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. എൻജിൻ റിഫൈൻമെൻ്റ് ആയാലും ഏതൊരു കാര്യത്തിലായാലും എൻജിൻ ബെസ്റ്റാണ്. ഇപ്പോഴും വണ്ടിയുടെ എൻജിൻ സൗണ്ട് കേൾക്കണം. ഒരു അനാവശ്യമായിട്ടുള്ള ടാപ്പറ്റടിയോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക സ്മൂത്തായിട്ടാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് എൻജിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം വണ്ടിയുടെ. അടുത്തായിട്ട് വണ്ടിയുടെ സ്പീഡോമീറ്റർ തന്നെ നോക്കിയേക്കാം. സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വണ്ടിയുടെ സ്പീഡോമീറ്റർ കാണാം. അതായത് കിലോമീറ്റർ പെർ അവർ, പിന്നെ ഓഡോമീറ്റർ, പിന്നെ ട്രിപ്പ് മീറ്റർ. ഇത് നമുക്ക് റീസെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. സൈഡിൽ ഒരു നോബ് ഉണ്ട്. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫ്യൂൽ ഗേജ് കാണാം. റൈറ്റ് സൈഡിലായിട്ട് RPM മീറ്ററും കാണാം. നടുക്കായിട്ട് ന്യൂട്രൽ ഇൻഡിക്കേറ്റർ, പിന്നെ ഹൈ ബീമിൻ ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് റൈറ്റ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഒരു കൺസോൾ ആണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ. അന്നത്തെ കാലത്ത് RPM മീറ്റർ എൻ്റെ മോനെ. ഓക്കെ, ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ചാവിയുടെ സിസ്റ്റം കാണാം. ഇനി ഹാൻഡിൽസിലെ സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആണ്. കിൽ സ്വിച്ച് ഉണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. സെൽഫ് ഇല്ലാത്തതുകൊണ്ട് അവിടെ സെൽഫ് ഇല്ല കേട്ടോ. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ്, അതേപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റും കാണാം. ഇൻഡിക്കേറ്ററിൻ്റെ ലെഫ്റ്റും റൈറ്റും കാണാം, പിന്നെ ഒരു ഹോണും കാണാം. ഇത്രയും ബേസിക് ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ബാറിൻ്റെ പൊസിഷൻ കണ്ടോ. ഒരു ബാക്കിലേക്ക് ചാഞ്ഞ് നൈസായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ് ഇതിന് ഉള്ളത്. പിന്നെ ഈ ഒരു റൗണ്ട് മിറേഴ്സ് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ചു വെച്ചാണ്. സ്റ്റോക്ക് വരുന്നത് സാധാ ഒരു മിറർ ഉണ്ടല്ലോ, നമ്മുടെ ഓവൽ ഷേപ്പ് പുണക്കിരിക്കുന്നത്, അതായത് ഒരു ഏകദേശം സ്ക്വയർ പോലത്തെ ആ ടൈപ്പാണ്. ഓക്കെ, ഇനി ടാങ്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി അപാരമാണ്. കാരണം 14 ലിറ്റേഴ്സാണ് ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ഭീകരമായിട്ടുള്ള കപ്പാസിറ്റിയാണ്. ഈ ഒരു മൈലേജും അതേപോലെ തന്നെ ഈ ഒരു ടാങ്ക് കപ്പാസിറ്റിയും തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചതിൻ്റെ മോനെ എത്ര, അതിൻ്റെ ആ റേഞ്ച് ഒന്നും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ അടുത്തതായിട്ട് സീറ്റിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സീറ്റ് വെൽ കുഷൻഡാണ് കേട്ടോ. അതുകൊണ്ട് ഇത്രയും തിക്നെസ് ഉണ്ട്. അതേപോലെ തന്നെ ഉണ്ടോ, താഴ്ന്നുണ്ടോ, നമുക്ക് ചെറിയ ലോങ് റൈഡൊക്കെ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. ആ ഒരു ഭാഗത്തു നിന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അതേപോലെ തന്നെ അതിൻ്റെ പെയിൻറ്റ് സ്കീം ഞാൻ പറയാൻ വിട്ടുപോയി. ബ്ലാക്കിനകത്ത് ആ ഒരു ഗ്രീനും യെല്ലോവും ഷെയ്ഡ് വരുന്ന ഒരു സ്കീമാണ്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പിടിച്ചിരിക്കാനായിട്ടുള്ള ഗ്രാബ് റെയിൽ കാണാം. ബാക്കിലൊരു സാധനമൊക്കെ വെച്ച് കെട്ടാനായിട്ടുള്ള ഒരു ചെറിയ സംഭവം കാണാം. ബാക്കിലത്തെ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു ഹാലജൻ സെറ്റപ്പോട് കൂടിയിട്ടുള്ള, അതായത് CT100 കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ഈ ടെയിൽ ലൈറ്റ്. അതോടൊപ്പം തന്നെ ഓവൽ ഷേപ്പിലുള്ള 2 ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ്ലൈറ്റും, അതേപോലെ തന്നെ ബാക്കിൽ കണ്ട പോലത്തെ തന്നെ ഓവൽ ഷേപ്പ് ഇൻഡിക്കേറ്റേഴ്സും നമുക്കിവിടെ കാണാം. അതിനകത്ത് ചെറിയൊരു പാർക്ക് ലൈറ്റ് കാണാം, പിന്നെ മെയിൻ ഹെഡ് ലാമ്പും കാണാം. സോ ഇത്തരം കാര്യങ്ങളാണ് ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലുള്ളത്. ഇനി സസ്പെൻഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ 2 സസ്പെൻഷനാണ് വരുന്നത്, ലെഫ്റ്റും റൈറ്റും. ഇത് നമ്മൾ
വണ്ടിയുടെ സ്റ്റോക്ക് സസ്പെൻഷൻ അല്ല, നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തതാണ്. സ്റ്റോക്ക് ചെറിയ കംപ്ലയിൻറ്റ് വന്നപ്പോൾ നമ്മളത് മാറി ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 സ്പ്രിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വീൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും 18 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. അതും സ്പോക്ക് വീൽസാണ്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും ഡ്രമ്മാണ്, അതേപോലെ തന്നെ ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത് ഗൈസ്. അതേപോലെ തന്നെ വണ്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ക്രാഷ് ഗാർഡും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വണ്ടീനെ പറ്റി പറയാനായിട്ടുള്ളത്. വണ്ടി ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ്, അതേപോലെ തന്നെ റിലയബിളും ആണ്. പിന്നെ എൻജിൻ്റെ സൈഡ് പക്ക റിഫൈൻഡും നമുക്ക് എന്താ പറയുക ഈസി ടു മെയിൻറ്റെയിൻ എന്ന് പറയുന്ന ആ ഒരു ഘടകമുള്ള എൻജിനാണ്. പക്ക ഈ എൻജിനാണ് ഈ വണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് വണ്ടീനെ പറ്റി ബേസിക്കായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ ആ സൗണ്ട് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഗൈസ്, വണ്ടിയുടെ ഇലക്ട്രോണിക്സ് എല്ലാം ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. വണ്ടിയുടെ RPM മീറ്റർ ആയാലും എൻജിൻ ഗില്ലായാലും എല്ലാം പക്ക വർക്കിംഗ് ആണ്. പിന്നെ എൻജിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലായി കാണുമല്ലോ ഗൈസ്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വണ്ടിയെ പറ്റി ഓടിച്ചിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഫ്രണ്ടും ബാക്കും നമുക്ക് ട്യൂബുള്ള ടൈപ്പ് വീൽസാണ് വരുന്നത്, അതായത് ടയേഴ്സ്. പിന്നെ ചെയിൻ ബോക്സും കാര്യങ്ങളൊക്കെ യൂഷ്വൽ അവൈലബിൾ ആണ്. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ.